ഇനി രാജ്യാന്തര തലത്തിലുള്ള ടെൻഷൻ മുറുകുന്ന ഒരു വാർത്തയിലേക്ക് പോകുന്നു. ഇറാന് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നു. ഉപരോധം പ്രാബല്യത്തിൽ വന്നാൽ അത് ഇറാൻ്റെ എണ്ണ കയറ്റുമതിയെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. പ്രത്യാക്രമണം ചർച്ച ചെയ്യാൻ ഇസ്രയേലിൻ്റെ വാർ ക്യാബിനറ്റ് യുദ്ധമന്ത്രിസഭ 5ാം തവണയും ചേർന്നു എന്നുള്ള വാർത്തയും ഇസ്രയേലിൽ നിന്ന് വരുന്നുണ്ട്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുകയാണ്, ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിന് അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെ വിവരങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നതിനെ കുറിച്ച് നമുക്കറിയാൻ കഴിഞ്ഞത് ബ്യൂറോയിൽ? ഗുഡ് മോർണിംഗ് SK. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ വ്യോമാക്രമണം നടത്തിയതിന്റെ പേരിൽ ഇറാനെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെലനാണ് ഇന്ന് വ്യക്തമാക്കിയത്. വാഷിംഗ്ടണിൽ വേൾഡ് ബാങ്കിന്റെയും IMFന്റെയും യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നടന്ന ഒരു പ്രസ് കോൺഫറൻസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ജാനറ്റ് അമേരിക്കയുടെ ഈ നീക്കത്തെപ്പറ്റി സൂചനകൾ നൽകിയത്. ഈ ഉപരോധങ്ങൾ ഇറാന്റെ എണ്ണ കയറ്റുമതിയെ വലിയ തോതിൽ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില കുതിക്കുവാനും സാധ്യതയുണ്ട്. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇറാൻ സാമ്പത്തിക സഹായം നൽകുന്നത് തടയുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി G7 രാജ്യങ്ങളുടെയും അതുപോലെ ചൈനയുടെയും സഹായം ഈ വിഷയത്തിൽ അമേരിക്ക തേടുകയും ചെയ്യും. എണ്ണ കയറ്റുമതിയിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് ഇറാൻ ഇപ്പോൾ ഈ ഡ്രോണുകൾക്കുള്ള മൈക്രോ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ഒക്കെ വാങ്ങുന്നത്. ഈ ഡ്രോണുകൾ ഇപ്പോൾ പ്രധാനമായും റഷ്യക്കാണ് ഇറാൻ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എണ്ണവില വിപണിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു സ്വാഭാവിക വിലവർധനവാണെന്നും അമേരിക്ക നേരത്തെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണമല്ലെന്നും ജാനറ്റ് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുകയും ചെയ്തു. SK, അതേസമയം ഒരു തിരിച്ചടിക്കുള്ള മാർഗങ്ങൾ ആലോചിക്കുവാൻ ഇന്നലെ രാത്രിയിലും ഇസ്രായേൽ വാർ ക്യാബിനറ്റ് വീണ്ടും കൂടുകയുണ്ടായി. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ലോകരാജ്യങ്ങളുടെയൊക്കെ സമ്മർദ്ദങ്ങളെ തുടർന്ന് ശരിക്കും പ്രതികാരത്തിനും സംയമനത്തിനും ഇടയിൽ പെട്ടുപോയിരിക്കുകയാണ് ഇസ്രായേൽ. ഈ വാർ ക്യാബിനറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ബുള്ളറ്റിനിൽ കൊടുക്കുവാൻ ഒരുപക്ഷെ സാധിച്ചേക്കും. ഇറാൻ വ്യോമാക്രമണം നടത്തിയതിന് വില നൽകേണ്ടി വരും എന്ന് മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ തിരിച്ചടിച്ചേക്കുമെന്നൊരു കണക്കൂട്ടൽ അമേരിക്കയ്ക്കുമുണ്ട്. എന്നാൽ ലക്ഷ്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വാഷിംഗ്ടൺ ഇപ്പോൾ SK. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ആലോചിക്കുന്നുവെന്ന നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഒരുപക്ഷെ രാജ്യാന്തര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ഈ എണ്ണ രാഷ്ട്രീയത്തിൽ വലിയ കാതലായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന വാർത്തയാണ് മധു പങ്കുവച്ചത്.